നമസ്കാരം, എല്ലാവർക്കും മധുസ് ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ലൗഡ് സ്പീക്കറിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്പീക്കറാണ് ആംപ്ലിഫയറിന് പുറത്ത് വരുന്ന വൈദ്യുത തരംഗങ്ങളെ സൗണ്ട് വേവ്സ് ആക്കി മാറ്റുന്നത്, ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുന്നത് ലൗഡ് സ്പീക്കറാണ്. ഈ ലൗഡ് സ്പീക്കറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു ലൗഡ് സ്പീക്കറാണ്. ഇതിൽ ഈ കാണുന്ന ഭാഗത്തിന് കോൺ പേപ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് ഡയഫ്രം എന്നും ഒരു പേരുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ, ഈ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കോയിലുണ്ട്. ആ കോയിലിനെ വോയിസ് കോയിൽ എന്ന് പറയും. ആ കോയിൽ ഒരു മാഗ്നറ്റിൻ്റെ, കാന്തത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിൽ ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് വരുന്ന വൈദ്യുത തരംഗങ്ങൾ ഈ കോൺ പേപ്പറിലൂടെ ശബ്ദ തരംഗമായിട്ട് പുറത്തേക്ക് വരും. നമുക്ക് ഒരു സ്പീക്കർ ഒന്ന് അഴിച്ചു നോക്കാം. സ്പീക്കർ പ്രധാനമായിട്ടും 3 തരമുണ്ട്: വൂഫർ, ട്വീറ്റർ, മിഡ് റേഞ്ച് സ്പീക്കർ. ഇങ്ങനെ 3 എണ്ണം. ഇതിൽ വൂഫർ എന്ന് പറയുന്നത്, ഇതൊരു വൂഫറാണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ സ്പീക്കർ ഒരു വൂഫറാണ്. വൂഫർ നമ്മുടെ ബേസ് ആയിട്ടുള്ള സൗണ്ട്, അതായത് ഫ്രീക്വൻസി കുറഞ്ഞ ഫ്രീക്വൻസിയുള്ള സൗണ്ടിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പീക്കറാണ് വൂഫർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഡയഫ്രം അഥവാ ഈ കോണ് കുറച്ച് കട്ടിയുള്ളതായിരിക്കും. കൂടാതെ ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഈ ഭാഗം, ഇതിന് സസ്പെൻഷൻ എന്ന് പറയും. ഈ സസ്പെൻഷൻ മറ്റേ മിഡ് റേഞ്ച് സ്പീക്കറിൻ്റെ പോലെയല്ല, ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത് ഫ്രീക്വൻസി കുറഞ്ഞ ശബ്ദ തരംഗങ്ങളെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കൂടാതെ ട്വീറ്റർ എന്ന് പറയുന്ന ഒരു സ്പീക്കറുണ്ട്. ഇതൊരു ട്വീറ്ററാണ്. ട്വീറ്റർ ഹൈ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്പീക്കറാണ് ട്വീറ്റർ. ഇത് കൂടാതെ സാധാരണ സ്പീക്കറുണ്ട്. ഇതിനെ മിഡ് റേഞ്ച് സ്പീക്കർ എന്ന് പറയും. ട്വീറ്ററിനും വൂഫറിനും ഇടയ്ക്ക്, രണ്ടിൻ്റെയും ഫ്രീക്വൻസിയുടെ ഇടയ്ക്ക് വരുന്ന ഒരു ഫ്രീക്വൻസിയാണ് ഇതിൽ ഒരു ശബ്ദമായിട്ട് വരുന്നത്. അതിന് നമ്മൾ മിഡ് റേഞ്ച് സ്പീക്കർ എന്ന് പറയും. ഇനി നമുക്ക് ഒരു സ്പീക്കർ ഒന്ന് അഴിച്ചു നോക്കാം. ഇതൊരു സ്പീക്കറായിരുന്നു. ഇതിൻ്റെ ഈ കോൺ പേപ്പർ ഞാൻ ഇതിന്ന് റിമൂവ് ചെയ്താണ്, മാറ്റിയതാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഭാഗം കാണാം. ഈ ഭാഗത്തിന് സ്പൈഡർ എന്ന് പറയും. ഇതിൻ്റെ കോൺ പേപ്പറിൻ്റെ ശരിയായിട്ടുള്ള പൊസിഷനും അതിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ സ്പൈഡർ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കോയിലുണ്ട്, ഇതിന് വോയിസ് കോയിൽ എന്ന് പറയും. ഈ ഭാഗത്തിന് ഡസ്റ്റ് ക്യാപ്പ് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ പൊടിയൊന്നും കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്, ഡസ്റ്റ് ക്യാപ്പ്. അതിൻ്റെ ഉള്ളിൽ പൊടി കിടന്നാൽ ആ സ്പീക്കർ കേടുവരും. നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കോയിലൊന്ന് കാണാം. ഈ സ്പീക്കറിൻ്റെ ഈ സ്പൈഡർ ഇവിടെ കട്ട് ചെയ്ത് എടുത്താൽ അതിൻ്റെ ഉള്ളിൽ കോയിലുണ്ടാവും. ആ കോയിലിൻ്റെ 2 അറ്റങ്ങളാണിത്. ഇത് ഇവിടെ പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസിൻ്റെ മുകളിൽ 2 ഭാഗത്ത് 2 കണക്ടർ പിടിപ്പിച്ചിട്ട് അതിലേക്ക് കോയിലിൻ്റെ 2 അറ്റങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള കോയിലിൻ്റെ ഒരറ്റം ഇത്, മറ്റേ അറ്റം ഇത്, 2 എൻഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. ഇത് ഈ സ്പൈഡർ ഇവിടെ നിന്ന് എടുത്ത് നോക്കാം.
ഈ കോയിലിൻ്റെ ഈ അറ്റം ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്. 2 അഗ്രങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കോയിൽ കാണാം. ഈ കോയിലാണ് വോയിസ് കോയിൽ. ഇവിടെ ഇതിനകത്ത് ഇവിടെ ഇതൊരു മാഗ്നറ്റാണ്. അതിൻ്റെ ഉള്ളിൽ വേറൊരു മാഗ്നറ്റിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിന് പോൾ പീസ് എന്ന് പറയും. ഈ 2 മാഗ്നറ്റിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ ഗ്യാപ്പ്, ആ ഗ്യാപ്പിലേക്കാണ് ഈ വോയിസ് കോയിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഈ വോയിസ് കോയിലേക്ക് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ ഇത് ഈ കോയിൽ മൂവ് ചെയ്യും. അതിനോട് ബന്ധപ്പെടുത്തി വെച്ചിട്ടുള്ള ഈ സ്പൈഡറും പിന്നെ അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ ഡയഫ്രം അഥവാ കോൺ പേപ്പറും മൂവ് ചെയ്യും, മുന്നോട്ടും പിന്നോട്ടും മൂവ് ചെയ്യും. അപ്പോഴാണ് ഇതിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഒരു ലൗഡ് സ്പീക്കറിനുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടു, ഇത് ഈ പുറത്തുള്ള ഈ ഫ്രെയിമിൻ്റെ മുകളിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ഡയഫ്രം അഥവാ കോൺ പേപ്പർ, പിന്നെ ഇവിടെ ഉള്ളത് സ്പൈഡർ, ഇത് ഡസ്റ്റ് ക്യാപ്പ്, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വോയിസ് കോയിൽ, അതിൻ്റെ 2 അറ്റങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ എടുത്തിട്ട് ഇവിടെ 2 ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഒരു ലൗഡ് സ്പീക്കറിനുള്ളത്. ഇത് ലൗഡ് സ്പീക്കർ നമ്മൾ ഉപയോഗിക്കുന്നത് ശബ്ദം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വൈദ്യുത തരംഗങ്ങളെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന ഉപകരണമാണിത്. ഇതിന് മൈക്രോഫോൺ എന്ന് പറയും, ചുരുക്കിയിട്ട് മൈക്ക് എന്ന് പറയും. ഇതൊരു ഡൈനാമിക് മൈക്രോഫോണാണ്. ഇതിൻ്റെ ഇവിടെ ഉള്ളിലായിട്ട് ഒരു ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ഭാഗമുണ്ട്. അത് ഏകദേശം സ്പീക്കർ പോലെ തന്നെയാണിത്. പക്ഷേ ഇതിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം ഈ ഡയഫ്രത്തിൽ തട്ടിയിട്ട് വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാവും. ആ വൈദ്യുത തരംഗങ്ങളെ ആംപ്ലിഫയറിലേക്ക് കൊടുത്ത് ആംപ്ലിഫൈ ചെയ്തിട്ട് സ്പീക്കർ കൂടെ പുറത്തേക്ക് വരുന്നു. നമുക്ക് ഈ സ്പീക്കർ ഒരു മൈക്കായിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ സ്പീക്കർ മൈക്ക് ഇൻപുട്ടിൽ സ്പീക്കർ കൊടുത്താൽ അത് നമുക്ക് മൈക്കായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഈ ഡയഫ്രത്തിൽ ഇതിന് മുന്നിൽ പറയുന്ന ഈ ശബ്ദമൊക്കെ ഈ ഡയഫ്രം ഇതിൻ്റെ ഉള്ളിലുള്ള ആ വോയിസ് കോയിൽ വഴി വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റിയിട്ട് അത് ആംപ്ലിഫയറിലേക്ക് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ സ്പീക്കർ ശബ്ദം ഉൽപ്പാദിപ്പിക്കാനും മൈക്രോഫോൺ ശബ്ദത്തെ വൈദ്യുത തരംഗമാക്കി മാറ്റാനുമാണ് ഉപയോഗിക്കുന്നത്.